സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരായ അമേരിക്കയുടെ നടപടികൾക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. കേരള യാത്ര 4-ാം ദിവസം കോഴിക്കോട് പിന്നിട്ടു. നഗരത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ജോൺ ബ്രിട്ടാസ് MP ആണ് ഉദ്ഘാടനം ചെയ്തത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുടെ 4-ാം ദിവസമാണ് കോഴിക്കോട് മുതലക്കുളത്ത് സ്വീകരണ സമ്മേളനം നടന്നത്. ഇതിന്റെ ഭാഗമായി റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നഗരത്തിൽ നടന്നു. ആയിരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. വെനസ്വേലയ്ക്ക് നേരെയുള്ള ഏകപക്ഷീയ ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ല എന്നും അമേരിക്കയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ ഇന്ത്യ ശബ്ദിക്കണമെന്നും സ്വീകരണ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. ഓരോ രാജ്യം പല വിധത്തിലും സ്വതന്ത്രമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാതെയാക്കി ഇപ്പോൾ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന അമേരിക്കയുടെ പ്രവർത്തനത്തിനെതിരായി നമ്മുടെ ഇന്ത്യ രാജ്യം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞ വാക്കുകളോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അമേരിക്കയുടെ നടപടികളിൽ ഇന്ത്യൻ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ആക്രമണം നടന്നത് മുന്നറിയിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്ഥാനത്തിന് നെടുനായകത്വമുണ്ടായിരുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് നിശബ്ദതയുടെ വാൽമീകത്തിലേക്ക് പിൻവാങ്ങുന്നത്? മുൻകാലങ്ങളിൽ അമേരിക്ക നടത്തിയ എത്രയോ അതിക്രമങ്ങളെ ഇന്ത്യ തുറന്നു നിർത്തിയിട്ടുള്ളൂ. ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക പക്ഷത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നിലയുറപ്പിച്ചപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു ഇരട്ടത്താപ്പാണ് ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജാഥ ഉപനായകരായ ഇബ്രാഹിം ഖലീൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സഖാഫി എന്നിവരും സംസാരിച്ചു. കേരള യാത്ര 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. മീഡിയ 1 കോഴിക്കോട്.